പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് അറിയാൻ പോകുന്ന വിശുദ്ധൻ ലോകം മുഴുവൻ അത്ഭുത പ്രവർത്തകൻ എന്ന് വിളിക്കുന്ന, നഷ്ടപ്പെട്ടവയെല്ലാം തിരികെ നൽകുന്ന സ്നേഹത്തിൻ്റെ മധ്യസ്ഥൻ വിശുദ്ധ അന്തോണീസാണ്. കൈകളിൽ ഉണ്ണീശോയെയും ലില്ലിപ്പൂക്കളെയും വഹിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപം ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിന് ആശ്വാസമാണ്. ഒരു പ്രഭുപുത്രനിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ സ്വരമായി മാറിയ ആ മഹാത്മാവിൻ്റെ ജീവിതയാത്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1195 പോർച്ചുഗലിലെ ലിസ്ബണിൽ ഒരു ധനിക പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫെർണാണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. കൊട്ടാര സമാനമായ സൗകര്യങ്ങളും അധികാരത്തിൻ്റെ തണലിലും വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പത്തിലെ തന്നെ ലോകത്തിൻ്റെ ആഘോഷങ്ങളേക്കാൾ പ്രാർത്ഥനയുടെ ശാന്തതയാണ് ഫെർണാണ്ടോ ഇഷ്ടപ്പെട്ടത്. മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി തൻ്റെ 15-ാം വയസ്സിൽ അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ സഭയിൽ ചേർന്നു. ആത്മീയമായ അറിവ് സമ്പാദിക്കുന്നതിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. എന്നാൽ ലോക പ്രശസ്തിയോ അധികാരമോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ലിസ്ബണിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി കോയിംബ്രയിലെ മഠത്തിലേക്ക് അദ്ദേഹം മാറി. അവിടെ വച്ച് 5 ഫ്രാൻസിസ്കൻ മിഷനറിമാരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അദ്ദേഹം അറിയാനിടയായി. ക്രിസ്തുവിനു വേണ്ടി ജീവൻ നൽകിയ ആ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ ഫെർണാണ്ടോയുടെ ഉള്ളിൽ ഒരു പുതിയ തീ ജ്വലിച്ചു. തനിക്കും മിഷനറി പ്രവർത്തനങ്ങളിലൂടെ രക്തസാക്ഷിയാകണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം അഗസ്റ്റീനിയൻ സഭ വിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ഈ മാറ്റത്തോടൊപ്പമാണ് അദ്ദേഹം അന്തോണീസ് എന്ന പേര് സ്വീകരിച്ചത്. തൻ്റെ സുഖസൗകര്യങ്ങളും പാണ്ഡിത്യവും ഉപേക്ഷിച്ചു ദരിദ്രരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം തയ്യാറെടുത്തു. ആഫ്രിക്കയിലെ മിഷനറി പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം കപ്പൽ കയറിയെങ്കിലും ദൈവം അദ്ദേഹത്തിനായി കരുതിവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ഇറ്റലിയുടെ തീരത്തെത്തി. ഇറ്റലിയിലെത്തിയ അന്തോണീസ് അവിടെയുള്ള മഠങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ജോലികൾ ചെയ്ത് ജീവിച്ചു. തൻ്റെ പാണ്ഡിത്യം അദ്ദേഹം ആരോടും വെളിപ്പെടുത്തിയില്ല. അടുക്കളപ്പണി ചെയ്യുന്നതും നിലം തൂക്കുന്നതും അദ്ദേഹം വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ലോകം വലിയൊരു പണ്ഡിതനെന്ന് വിളിക്കാൻ പോകുന്ന ആ മനുഷ്യൻ അന്ന് എല്ലാവരുടെയും കണ്ണിൽ ഒരു സാധാരണ സന്യാസി മാത്രമായിരുന്നു. വിനയത്തിൻ്റെ പടവുകളിലൂടെ ദൈവം അദ്ദേഹത്തെ തൻ്റെ വചനത്തിൻ്റെ മഹത്തായ വേദിയിലേക്ക് നയിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു വൈദിക പട്ടാഭിഷേക ചടങ്ങിൽ പ്രസംഗിക്കാൻ നിശ്ചയിച്ചിരുന്ന വ്യക്തിക്ക് എത്താൻ സാധിച്ചില്ല. അവിടെയുണ്ടായിരുന്ന മറ്റാരും പ്രസംഗിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അധികാരികൾ അന്തോണീസിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ആ വേദിയിലെത്തിയ അന്തോണീസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്നവർ സ്തബ്ധരായിപ്പോയി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആഴവും ദൈവിക ജ്ഞാനവും പാണ്ഡിത്യവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അന്ന് വരെ അടുക്കളയിൽ പണിയെടുത്തു നടന്ന ആ മനുഷ്യൻ വലിയൊരു ജ്ഞാനിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അന്തോണീസിൻ്റെ പ്രസംഗ പാടവം കാട്ടുതീ പോലെ പടർന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ അദ്ദേഹത്തെ സഭയിലെ വേദശാസ്ത്രം പഠിപ്പിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ജനക്കൂട്ടം ഒഴുകിയെത്തി. പള്ളികൾക്കുള്ളിൽ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ തുറന്ന മൈതാനങ്ങളിൽ വെച്ചാണ് പിന്നീട് പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. കച്ചവടക്കാർ തങ്ങളുടെ കടകൾ അടച്ചും തൊഴിലാളികൾ പണി നിർത്തിവെച്ചും അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കാൻ എത്തിയിരുന്നു. വചനത്തിൻ്റെ സിംഹം എന്ന് അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടു. അന്തോണീസിൻ്റെ ശബ്ദം തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെയുള്ള ഇടിമുഴുക്കമായിരുന്നു. എന്നാൽ പാപികളോട് അദ്ദേഹം അത്യധികം കരുണ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ആയിരക്കണക്കിന് ആളുകൾ അനുതപിക്കുകയും കുമ്പസാരിച്ച് ജീവിതം മാറ്റുകയും ചെയ്തു. കുടുംബ കലഹങ്ങൾ അവസാനിച്ചു. കടബാധ്യതകൾ തീർക്കാൻ ആളുകൾ പരസ്പരം സഹായിച്ചു. ഒരു പ്രസംഗകനേക്കാൾ ഉപരിയായി സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശക്തിയായി അന്തോണീസ് മാറി. തൻ്റെ പാണ്ഡിത്യം ഒരിക്കലും അഹങ്കാരത്തിന് അദ്ദേഹം ഉപയോഗിച്ചില്ല. ദൈവശാസ്ത്രത്തിലെ കഠിനമായ കാര്യങ്ങൾ പോലും
സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. വിജ്ഞാനവും ഭക്തിയും എങ്ങനെ ഒത്തുചേരണമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്വർഗീയമായൊരു തേജസ് ദൃശ്യമായിരുന്നു. സഭ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടാൻ വചനത്തേക്കാൾ വലിയൊരു ആയുധമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. അന്തോണീസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നാടകീയമായ ഒരു സംഭവമാണ് റിമിനിയിലെ പ്രസംഗം. അവിടെയുള്ള ജനങ്ങൾ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും അന്തോണീസിൻ്റെ പ്രസംഗം കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അന്തോണീസ് തളർന്നില്ല. അദ്ദേഹം കടൽ തീരത്തേക്ക് നടന്നു ചെന്ന് ഉറക്കെ പറഞ്ഞു, മനുഷ്യർ ദൈവവചനം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക. പെട്ടെന്ന് അത്ഭുതകരമായി 100 കണക്കിന് മത്സ്യങ്ങൾ കടലിൽ നിന്ന് തലയുയർത്തി നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. മത്സ്യങ്ങൾ വലിയ നിരകളായി നിന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് കണ്ടപ്പോൾ നഗരവാസികൾ അത്ഭുതപ്പെട്ടു. ഈ വലിയ അത്ഭുതം കണ്ട ജനങ്ങൾ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുകയും അന്തോണീസിൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. മൃഗങ്ങൾ പോലും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുന്നുവെന്നും മനുഷ്യർ അത് നിഷേധിക്കുന്നുവെന്നും ആ സംഭവം ലോകത്തെ പഠിപ്പിച്ചു. പ്രകൃതി പോലും ആ വിശുദ്ധൻ്റെ അധികാരത്തിന് മുൻപിൽ കീഴടങ്ങിയ നിമിഷമായിരുന്നു അത്. അന്തോണീസിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒരു നിത്യ സംഭവമായിരുന്നു. ഒരിക്കൽ ഒരു അവിശ്വാസി അന്തോണീസിനെ പരിഹസിക്കാനായി തൻ്റെ കഴുതയ്ക്ക് 3 ദിവസം ഭക്ഷണം നൽകാതെ പള്ളിക്ക് മുൻപിൽ കൊണ്ടുവന്നു. ഒരു വശത്ത് ഭക്ഷണവും മറുവശത്ത് അന്തോണീസ് പിടിച്ചിരുന്ന പരിശുദ്ധ കുർബാനയും വെച്ചിരുന്നു. വിശന്നു വലഞ്ഞ ആ കഴുത ഭക്ഷണത്തിന് നേരെ പോകുന്നതിന് പകരം അന്തോണീസിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയെ വണങ്ങി. ഇത് കണ്ട ആ മനുഷ്യൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. വിഷം ചേർത്ത ഭക്ഷണം നൽകി അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചവർക്ക് മുൻപിൽ അദ്ദേഹം കുരിശു വരച്ച് ആ ഭക്ഷണം കഴിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മരിച്ചവരെ ഉയർപ്പിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അദ്ദേഹത്തിന് ദൈവം അധികാരം നൽകി. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചു. അത്ഭുത പ്രവർത്തകൻ എന്ന പേര് അദ്ദേഹം അർഹിച്ചത് തൻ്റെ പ്രാർത്ഥനയിലൂടെ സാധ്യമാക്കിയ ഇത്തരം വലിയ വിസ്മയങ്ങൾ കൊണ്ടാണ്. വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുമെന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ അനുഭവമാണ്. ഈ വിശ്വാസത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അന്തോണീസ് വചന പഠനത്തിനായി ഉപയോഗിച്ചിരുന്ന വിലപ്പെട്ടൊരു കയ്യെഴുത്ത് പ്രതി ഒരു ശിഷ്യൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. പുസ്തകം നഷ്ടപ്പെട്ടപ്പോൾ അന്തോണീസ് പരാതിപ്പെടാതെ പ്രാർത്ഥനയിൽ അഭയം തേടി. ദൈവികമായ ഇടപെടൽ വഴി ആ മോഷണം നടത്തിയ വ്യക്തി ഭയവിഹ്വലനായി തിരികെ വരികയും പുസ്തകം അന്തോണീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കാൻ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടുന്നത് ഒരു പതിവായി. ഇത് കേവലം ഭൗതികമായ വസ്തുക്കൾ മാത്രമല്ല, നഷ്ടപ്പെട്ട വിശ്വാസം, സമാധാനം, ആരോഗ്യം എന്നിവ തിരികെ ലഭിക്കാനും ഈ വിശുദ്ധൻ സഹായിക്കുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ ഈ ഭക്തിക്ക് വലിയ വേരോട്ടമുണ്ട്. അന്തോണീസിനോട് ചൊല്ലിയാൽ നഷ്ടപ്പെട്ടത് കിട്ടും എന്നത് ഒരു പഴഞ്ചൊല്ല് പോലെ മലയാളികളുടെ ഉള്ളിലുണ്ട്. തൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം വേഗതയുള്ളവനാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നിസ്സാരമായ കാര്യങ്ങൾ മുതൽ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ വരെ അദ്ദേഹത്തിൻ്റെ സഹായം തേടുന്നവർ നിരാശരാകാറില്ല. നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കുക എന്നതിലുപരിയായി നഷ്ടപ്പെട്ടുപോയ ദൈവബന്ധം തിരികെ ലഭിക്കാനാണ് അന്തോണീസ് ആഗ്രഹിക്കുന്നത്. വസ്തുക്കൾ തിരികെ കിട്ടുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്നത് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നിലേക്ക് വരുന്ന ഓരോരുത്തരെയും നിരാശരാകാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സഹോദരനാണ് വിശുദ്ധ അന്തോണീസ്. വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും നാം കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച അദ്ദേഹം ഉണ്ണീശോയെ കൈകളിൽ വച്ചിരിക്കുന്നതാണ്. ഇതൊരു സാങ്കല്പിക ചിത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ദർശനത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഒരിക്കൽ ഒരു ധനികന്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അന്തോണീസിൻ്റെ മുറിയിൽ നിന്ന് വലിയൊരു പ്രകാശം പുറപ്പെടുന്നത് ആ വീട്ടുടമ കണ്ടു. വാതിലിൻ്റെ പഴുതിലൂടെ നോക്കിയ അദ്ദേഹം കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. തേജസ്വിനിയായ ഒരു മാലാഖയെ പോലെ അന്തോണീസ് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ണീശോ ഇരിക്കുന്നു. ഉണ്ണീശോ അന്തോണീസിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട വീട്ടുടമ സ്തബ്ധനായിപ്പോയി. അന്തോണീസിനോട് ദൈവത്തിനുള്ള വലിയ സ്നേഹത്തിൻ്റെ തെളിവായിരുന്നു ആ ദർശനം.
തൻ്റെ മരണം വരെ ഈ രഹസ്യം ആരോടും പറയരുതെന്ന് അന്തോണീസ് ആ വീട്ടുടമയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ വാർത്ത ലോകമെങ്ങും പടർന്നു. ക്രിസ്തുവിനോട് അത്രമേൽ അടുത്ത ബന്ധം പുലർത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വലിയ കൃപ ലഭിച്ചത്. ശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ണീശോയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അന്തോണീസ് വലിയ പങ്കുവഹിച്ചു. ഉണ്ണീശോയെപ്പോലെ വിനയവും ലാളിത്യവും നാം കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു. അന്തോണീസിൻ്റെ കൈകളിലെ ഉണ്ണീശോ ഓരോ വിശ്വാസിക്കും നൽകുന്നത് വലിയൊരു സമാധാനമാണ്. നാം ഏകാന്തരാകുമ്പോഴും ദുഃഖിതരാകുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ഉറപ്പാണ് ആ രൂപം നമുക്ക് നൽകുന്നത്. വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിൽ പാവപ്പെട്ടവർക്ക് അപ്പം നൽകുന്ന രീതി ലോകപ്രശസ്തമാണ്. പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അപാരമായിരുന്നു. ധനികർ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി സംസാരിച്ചു. ഒരിക്കൽ തൻ്റെ അടുത്തെത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നൽകാൻ മഠത്തിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവിടെയുള്ള അപ്പങ്ങളെല്ലാം അദ്ദേഹം അവർക്ക് നൽകിയെന്നും എന്നാൽ അത്ഭുതകരമായി കൊട്ടകളിൽ അപ്പം നിറഞ്ഞു വന്നു എന്നും ചരിത്രം പറയുന്നു. ഈ ഭക്തിയുടെ ഭാഗമായി ഇന്നും പല പള്ളികളിലും ചൊവ്വാഴ്ചകളിൽ അന്തോണീസിൻ്റെ അപ്പം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കേവലം അപ്പം വിതരണം ചെയ്യലല്ല, മറിച്ച് സഹജീവികളോടുള്ള കരുണയുടെ അടയാളമാണ്. തൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം ലഭിക്കുന്നവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്നു. വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കുന്നതിനേക്കാൾ വലിയൊരു ആരാധനയില്ലെന്ന് അന്തോണീസ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ കാരുണ്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. വാഗ്വിലാസത്തേക്കാൾ പ്രവൃത്തികൾക്കാണ് മൂല്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവർക്കായി അദ്ദേഹം തൻ്റെ സമയം മാറ്റിവെച്ചു. തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നീതി വാങ്ങി നൽകാനും അദ്ദേഹം അധികാരികളോട് പോരാടി. അന്തോണീസിൻ്റെ കാരുണ്യം ജാതി മതഭേദമന്യേ എല്ലാവരിലും എത്തിയിരുന്നു. ഇന്നും കേരളത്തിലെ അന്തോണീസ് പുണ്യവാളൻ്റെ പള്ളികളിൽ എല്ലാ മതസ്ഥരും എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സാർവത്രിക സ്നേഹം കൊണ്ടാണ്. സ്നേഹത്തിന് ഭാഷയോ മതമോ ഇല്ലെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിച്ച ആ പുണ്യാത്മാവ് ഇന്നും അശരണർക്ക് അത്താണിയായി നിലകൊള്ളുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം ഇറ്റലിയിലെ പാദുവായിലാണ് ചെലവഴിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പാദുവായിലെ വിശുദ്ധ അന്തോണീസ് എന്ന് അറിയപ്പെടുന്നത്. പാദുവ നഗരത്തിൻ്റെ ആത്മീയ നവോത്ഥാനത്തിന് അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹം അവരുടെ സ്വന്തം പിതാവായിരുന്നു. തൻ്റെ 36-ാം വയസ്സിൽ തന്നെ കഠിനമായ അധ്വാനം കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. മരണം അടുത്തുവെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുത്തു. 1231 ജൂൺ 13 അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. മരിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ നഗരത്തിലെ കൊച്ചുകുട്ടികൾ തെരുവിലിറങ്ങി കരഞ്ഞു വിളിച്ചു, വിശുദ്ധൻ മരിച്ചുപോയി, നമ്മുടെ വിശുദ്ധൻ മരിച്ചുപോയി. ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പാദുവായിലെ ബസിലിക്കയിൽ സംസ്കരിച്ചു. 32 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കബറിടം തുറന്നപ്പോൾ മറ്റൊരു അത്ഭുതം ലോകം കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം മണ്ണായെങ്കിലും പ്രസംഗിക്കാൻ ഉപയോഗിച്ചിരുന്ന നാവ് യാതൊരു കേടും കൂടാതെ പച്ചപ്പോടെ ഇരിക്കുന്നു. ദൈവവചനം പ്രഘോഷിച്ച ആ നാവിലെ ചൈതന്യം ദൈവം കാത്തു സൂക്ഷിച്ചു. ഇന്ന് പാദുവായിൽ ആ തിരുശേഷിപ്പ് വണങ്ങാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നു. മരണശേഷം വെറും 11 മാസങ്ങൾക്കുള്ളിൽ തന്നെ സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സഭാചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് അദ്ദേഹം. 1946 പയസ് 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. വിജ്ഞാനവും അത്ഭുതങ്ങളും കൈകോർത്ത അപൂർവ ജീവിതമായിരുന്നു വിശുദ്ധ അന്തോണിയൂസിൻ്റേത്. വിശുദ്ധ അന്തോണീസിനോടുള്ള ഭക്തിയിൽ ചൊവ്വാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പാദുവായിൽ അടക്കം ചെയ്യപ്പെട്ടത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ അനേകം അത്ഭുതങ്ങൾ നടന്നു. അതുകൊണ്ടാണ് വിശ്വാസികൾ ചൊവ്വാഴ്ച ദിനം അദ്ദേഹത്തിനായി മാറ്റിവെച്ചത്. കേരളത്തിലെ ഏത് ലത്തീൻ പള്ളിയിൽ ചെന്നാലും ചൊവ്വാഴ്ചകളിൽ അന്തോണീസ് പുണ്യവാളൻ്റെ നൊവേനയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നത് നമുക്ക് കാണാം. നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും
സമാധാനവും ലഭിക്കുന്നു എന്നത് കേവലം വിശ്വാസമല്ല, മറിച്ച് അനുഭവമാണ്. ആപത്തുകളിൽ സഹായിക്കുന്നവൻ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. വിവാഹം നടക്കാൻ, ജോലി ലഭിക്കാൻ, പരീക്ഷകളിൽ വിജയിക്കാൻ, രോഗശാന്തിക്കായി, അങ്ങനെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും അന്തോണീസ് നമ്മുടെ തുണയായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയുടെ ശക്തി അപാരമാണ്. നമ്മൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അദ്ദേഹം കേൾക്കുന്നുണ്ടെന്നത് ഓരോ ഭക്തൻ്റെയും ഉറപ്പാണ്. വിശുദ്ധ അന്തോണീസിനോടുള്ള ഭക്തി ഓരോരുത്തരെയും ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നു. വിശുദ്ധർ ദൈവത്തിലേക്കുള്ള വഴികളാണെന്ന് അന്തോണീസ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഭാരതത്തിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ തീരദേശ മേഖലകളിൽ അന്തോണീസ് പുണ്യവാളൻ ഒരു കാവൽക്കാരനായി വണങ്ങപ്പെടുന്നു. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മുതൽ വലിയ നഗരങ്ങളിലെ ബിസിനസ്സുകാർ വരെ അദ്ദേഹത്തിൻ്റെ സഹായം തേടുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ആ അന്തോണീസ് രൂപത്തിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന വിശുദ്ധൻ എന്ന ഖ്യാതി അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിലുള്ള ലില്ലിപ്പൂക്കൾ വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും അടയാളമാണ്. തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ലൗകിക മോഹങ്ങൾ തന്നെ പിടികൂടാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥനയെ ആയുധമാക്കി. യുവാക്കൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാൻ അദ്ദേഹം വലിയൊരു പ്രചോദനമാണ്. നമ്മുടെ ശരീരവും ആത്മാവും ദൈവത്തിൻ്റെ ആലയമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പലപ്പോഴും അന്തോണീസിനെ പുസ്തകം കയ്യിൽ പിടിച്ചും ചിത്രീകരിക്കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വേദപാണ്ഡിത്യത്തെ സൂചിപ്പിക്കുന്നു. വിജ്ഞാനമെന്നത് ദൈവത്തെ അറിയാനായിരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പുസ്തകങ്ങളിലെ അറിവിനേക്കാൾ വലിയ അറിവ് ക്രിസ്തുവാണെന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അറിവും വിനയവും ഒരുപോലെ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രൂപത്തിന് താഴെ പലപ്പോഴും കടൽ മീനുകൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. പ്രകൃതിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അന്തോണീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചിഹ്നങ്ങളെല്ലാം നൽകുന്ന ഒരു സന്ദേശമുണ്ട്: വിശുദ്ധി, അറിവ്, കാരുണ്യം. നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളും ഉണ്ടാവണമെന്ന് അന്തോണീസ് ആഗ്രഹിക്കുന്നു. ലില്ലിപ്പൂ പോലെ നിർമ്മലമായ ഹൃദയവും പുസ്തകം പോലെ തെളിഞ്ഞ ബുദ്ധിയും ഉണ്ണീശോയെ പോലെ വിനയമുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അന്തോണീസിൻ്റെ ഓരോ അടയാളവും ഓരോ ആത്മീയ പാഠമാണ്. 1. വിനയത്തിൻ്റെ വഴി. പ്രഭുപുത്രനായിരുന്നിട്ടും വിനയത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത അന്തോണീസ് ലാളിത്യമാണ് വിശുദ്ധിയുടെ താക്കോലെന്ന് പഠിപ്പിക്കുന്നു. 2. വചനത്തോടുള്ള സ്നേഹം. ദൈവവചനം വായിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാം സമയം കണ്ടെത്തണം. 3. പാവങ്ങളോടുള്ള കരുണ. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ. 4. അചഞ്ചലമായ വിശ്വാസം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. പ്രതിസന്ധികളിൽ ദൈവത്തിലുറച്ച് വിശ്വസിക്കുക. 5. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ശരീരവും മനസ്സും നിർമ്മലമായി സൂക്ഷിക്കാൻ പരിശ്രമിക്കുക. 6. നഷ്ടപ്പെട്ടവയെ തേടുക. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകളെയും ദൈവബന്ധത്തെയും തിരികെ പിടിക്കാൻ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടുക. 7. സകല ചരാചരങ്ങളെയും സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികളായ മൃഗങ്ങളെയും പ്രകൃതിയെയും ആദരിക്കുക. വിശുദ്ധ അന്തോണീസ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അത്ഭുതങ്ങളുടെ സുഗന്ധം പരത്തുന്ന സ്നേഹത്തിൻ്റെ പുണ്യവാളൻ. ലിസ്ബണിലെ കൊട്ടാരങ്ങളിൽ നിന്ന് പാതുവായിലെ തെരുവുകളിലേക്ക് അദ്ദേഹം നടത്തിയ ആത്മീയ യാത്ര ഇന്നും അവസാനിച്ചിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ, പ്രാർത്ഥനാ മുറികളിൽ, തളർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ ആ സ്നേഹരൂപം നമുക്ക് കൂട്ടുണ്ട്. തൻ്റെ അറിവിനെ വിനയത്തോടും തൻ്റെ അധികാരത്തെ അത്ഭുതത്തോടും ചേർത്ത് വച്ച അന്തോണീസ് ആധുനിക മനുഷ്യന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ അന്തോണീസിൻ്റെ പ്രസക്തി നാം ഗൗരവമായി കാണണം. വസ്തുവകകളും പദവികളും നഷ്ടപ്പെടുമ്പോൾ തകർന്നു പോകുന്ന ഇന്നത്തെ മനുഷ്യർക്ക് തൻ്റെ ജീവിതത്തിലെ എല്ലാ ഭൗതിക നേട്ടങ്ങളും സന്തോഷത്തോടെ ഉപേക്ഷിച്ച അന്തോണീസ് വലിയൊരു പാഠമാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് കേവലം ഭൗതിക വസ്തുക്കളല്ല,
മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും സത്യസന്ധതയുമാണ്. ഈ മൂല്യങ്ങൾ തിരികെ ലഭിക്കാൻ അന്തോണീസ് പുണ്യവാളനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടത് കേവലം ഭൗതിക വസ്തുക്കളല്ല, മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും സത്യസന്ധതയുമാണ്. ഈ മൂല്യങ്ങൾ തിരികെ ലഭിക്കാൻ അന്തോണിയോസ് പുണ്യവാളനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലഹരിക്കും സ്വാർത്ഥതയ്ക്കും അടിമപ്പെടുന്ന യുവതലമുറയ്ക്ക് വിശുദ്ധിയുടെ ലില്ലിപ്പൂക്കൾ പോലെ നിർമ്മലമായ ഒരു ജീവിതം നയിക്കാൻ അന്തോണീസിൻ്റെ മാതൃക വഴികാട്ടിയാകട്ടെ. പാവപ്പെട്ടവൻ്റെ വിശപ്പറിയുന്നവനും അവഗണിക്കപ്പെടുന്നവൻ്റെ പക്ഷം ചേരുന്നവനുമാകാൻ ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ ചൊവ്വാഴ്ചയും പള്ളികളിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ആ അന്തോണീസിൻ്റെ അപ്പം നമുക്ക് ചുറ്റുമുള്ള വിശക്കുന്നവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ള ഓർമ്മപ്പെടുത്തലാകട്ടെ. പാവപ്പെട്ടവരുടെ മിഷനറിയായ കുഞ്ഞച്ചനെ പോലെയും സ്നേഹത്തിൻ്റെ രക്തസാക്ഷിയായ റാണി മരിയയെ പോലെയും സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കാൻ നമുക്കും ആത്മീയ വീര്യം നൽകട്ടെ. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ആ മധ്യസ്ഥൻ നമുക്ക് എന്നും തുണയായിരിക്കട്ടെ. പരിശുദ്ധതയുടെ പർദീസയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.